ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് കോണ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ മഴക്കാലം തുടങ്ങിയാൽ കോൺ അവൈലബിൾ ആണ്, ഫ്രഷ് കോണ്. 50 രൂപയ്ക്ക് 4 കോണാണ് നമുക്ക് കിട്ടിയത്. അത് വെച്ചിട്ട് നമുക്കൊരു റെസിപ്പി ചെയ്യാം. ഇതേപോലെ കോണിൻ്റെ തൊലിയൊക്കെ നമ്മൾ എടുത്തു മാറ്റണം. നമ്മൾ പിടിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഇങ്ങ് പോകുന്നുള്ളൂ, അത്ര എളുപ്പമാണ്. അപ്പം ഞാനീ ചെയ്തുകൊണ്ടിരിക്കുമ്പം എൻ്റെ മോനും എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നിരിപ്പുണ്ട്. അവനും ചെറിയ രീതിയിലൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ കോണൊക്കെ വൃത്തിയാക്കി എടുക്കണം. അതിനുശേഷം ഇത് നമുക്ക് 2 രീതിയിൽ പെട്ടെന്ന് തന്നെ അടർത്തിയെടുക്കാം. മുമ്പ് ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, എങ്ങനെ കോൺ പെട്ടെന്ന് അതിൻ്റെ തണ്ടിൽ നിന്നും അടർത്തിയെടുക്കാം എന്നുള്ളത്. ഈ ഒരു രീതിയിൽ ചെയ്യുന്നതും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കോൺ അടർത്തിയെടുക്കാൻ പറ്റും. മറ്റൊരു രീതി എന്ന് പറയുന്നത്, ഇതിൽ ഏതെങ്കിലും ഒരു വരി കോൺ നമ്മൾ അടർത്തിയെടുത്ത് കഴിഞ്ഞാൽ അത് ഫുൾ ആ ഒരു നേരം മൊത്തം അടർത്തിയെടുക്കണം. അതിനുശേഷം നമുക്കത് ഇതുപോലെ കിട്ടും. ഈ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾ അടർത്തിയെടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കോണ് പൊളിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കോൺ വെച്ചിട്ട് തന്നെയാണ്. അപ്പം അതിനായിട്ട് നമ്മൾ ഇതുപോലെ കോൺ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇത് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കണം. ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നല്ലപോലെ വെന്ത് കിട്ടും. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം, കാരണം മേളിലുള്ളതൊക്കെ അടിയിൽ വരാനും അടിയിലുള്ളതൊക്കെ മേളിൽ വരാനും. എന്നിട്ട് വീണ്ടും ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി. നമ്മുടെ കോണൊക്കെ റെഡി ആയിട്ടുണ്ട്, നല്ലപോലെ വെന്തിട്ടുണ്ട്, ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് കുറച്ച് സവാള അരിഞ്ഞതും ചെറുതായിട്ടരിഞ്ഞ തക്കാളി, ഒരു അരമുറി നാരങ്ങാനീര്, അതായത് നമ്മുടെ പുളിക്കനുസരിച്ച് നാരങ്ങാനീരും, പിന്നെ മല്ലിയില, കുറച്ച് മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ഈ ഒരു റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഉപ്പ് നമ്മൾ ആദ്യം ചേർത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതനുസരിച്ച് പിന്നീട് ഉപ്പ് ചേർക്കണം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തോട്ട് ചാറ്റ് മസാലയൊക്കെ ചേർക്കാം, പെപ്പർ പൗഡറും ഒക്കെ ചേർക്കാവുന്നതാണ്. ഇപ്പം ഞാൻ അതൊന്നും ചേർക്കുന്നില്ല. അങ്ങനെ നമ്മുടെ കോൺ ചാട്ട്സ് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണ്.